കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പി.സി. ജോർജ്. പാലാ നിയമസഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പിതാവും പൂഞ്ഞാറിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പി.സി. ജോർജും സഭയ്ക്കെതിരെ രംഗത്ത്. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പി.സി. ജോർജും രംഗത്തെത്തിയിട്ടുള്ളത്. മെത്രാന്മാർക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. FCRA ബില്ല് വരുമെന്നും എതിർക്കുന്നവർക്ക് വീട്ടിൽ പോകാമെന്നും അദ്ദേഹം പറഞ്ഞു. മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഒരു ബഹുമാനവും കാണിക്കില്ലെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. ഷോൺ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു. ഷോൺ എൻ്റെ മകനാണ്, അവൻ സത്യമേ പറയൂ. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? അത് പറയാൻ അയാൾക്ക് എന്താണ് അവകാശം? പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. എന്ത് കിട്ടിയിട്ടാണ് നാണം കെട്ടവർ UDFന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്? സഭയെയും മെത്രാന്മാരെയും തള്ളിപ്പറയേണ്ടി വരും. ബോധവും വിവരവുമില്ലാത്തവരാണ് അവർ എന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. വിദേശത്ത് നിന്ന് പണം വാങ്ങിക്കുന്നതിന് കണക്ക് നൽകിയാൽ എന്താണ് കുഴപ്പം? എന്നിട്ടും കത്തോലിക്ക സഭയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിച്ച് അമിത്ഷാ സഭയോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാമെന്ന്. എന്നിട്ടും എന്തിനാണ് ഇവന്മാർ കുരയ്ക്കുന്നത്? ഓരോ മെത്രാന്മാരും അവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയമായി നേരിടും. അവരോട് ബഹുമാനം കാണിക്കില്ല. ദീപിക പത്രം വായിക്കുന്നവന് വട്ടാണ്. മെത്രാന്മാരല്ല സഭ. ഇവർ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കാനാകില്ല. FCRA ബില്ല് വരുമെന്നും എതിർക്കുന്നവർക്ക് വീട്ടിൽ പോകാമെന്നും ജോർജ് പറഞ്ഞു. FCRA ബില്ല് വരുമെന്നതിൽ സംശയമില്ല. ആശങ്കയുള്ളവർ വീട്ടിൽ പോയി ഇരുന്നോട്ടെ. വിദേശത്ത് നിന്ന് വരുന്ന പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നതിൻ്റെ കണക്ക് നൽകിയാൽ എന്താണ് കുഴപ്പമെന്നും പി.സി. ജോർജ് ചോദിച്ചു. എല്ലാ മതവിഭാഗങ്ങളോടും മാന്യമായി പെരുമാറണമെന്നാണ് BJPയുടെ ലക്ഷ്യം. സഭ BJPയുമായി അടുക്കണമെന്ന് നിർബന്ധമില്ല. ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട. മെത്രാനും കുത്രാനും പറയുന്നവർക്ക് ജനം വോട്ട് ചെയ്യുന്നത് പണ്ടത്തെ കാലത്തായിരുന്നുവെന്നും ഇപ്പോൾ അതിന് ആരെയും കിട്ടില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. മാത്രമല്ല, പൂഞ്ഞാറിൽ താൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു.